നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത് നമ്മൾ എത്ര ദിവസം ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നുള്ളത്? എന്തെങ്കിലും ഉറപ്പുണ്ടോ നമുക്ക്? എപ്പോ വേണമെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ഒരു അതിഥിയാണ് മരണം. ഒരു ഉറപ്പുമില്ലാത്തതാണ്. അപ്പൊ അത് വന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ കാത്തിരിക്കുന്നതിന് മുമ്പ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അപ്പൊ നമ്മള് ആദ്യത്തെ വരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആദ്യത്തെ വരം എന്താണ്? വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കണത് നചികേതസ്. താൻ തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛൻ തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അപ്പൊ അതിൻ്റെ അകത്തുള്ള അറിവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ആ അറിവ്? വിശാലമാണ് നമ്മളുടെ മനസ്സെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ നിസ്സാരമാവാൻ തുടങ്ങും. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് നമ്മളൊന്ന് നോക്കണം. നമ്മളുടെ ആവശ്യങ്ങള്, ആഗ്രഹങ്ങള് എത്രത്തോളം വലുതാണ്? അതോ വലിയ ആഗ്രഹങ്ങളില്ലാത്തൊരു വ്യക്തിത്വമാണോ നിങ്ങൾ? അത് നിങ്ങളുടെ മനസ്സിന്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ആദ്യത്തെ വരം കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞു, ഈ യമദേവൻ തല കുനിച്ചാണ് നചികേതസിന്റെ മുന്നിൽ വരുന്നത്. അതിൻ്റെ അകത്തൊരു അറിവുണ്ട്. നിങ്ങൾ ദൃഢനിശ്ചയത്തോടുകൂടി ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോ, ദൃഢനിശ്ചയത്തോടുകൂടി ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ മരണം പോലും നിങ്ങളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കും എന്നാണ് പറയണത്. മരണം പോലും നിങ്ങളെ തൊടില്ല. നിങ്ങൾ ആ പ്രവൃത്തിയിലുള്ള ഫോക്കസ് ആണ്. മരണത്തിന് പോലും നിങ്ങളെ സ്പർശിക്കാൻ പറ്റില്ല. അതാണ് മരണം തല കുനിച്ചു എന്നുള്ളതാണ് നചികേതസിന്റെ മുന്നിൽ. ആത്മീയമായി നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നചികേതസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ ക്വാളിറ്റിയാണ് പേഷ്യൻസ്, ക്ഷമ. കാരണം യമദേവൻ ഏറ്റവും അധികം നചികേതസില് ആകർഷണം തോന്നിയ ഒരു ക്വാളിറ്റി അവന്റെ ക്ഷമയായിരുന്നു. അവൻ ജലപാനമില്ലാതെ 72 മണിക്കൂർ ഒരു കതകിന്റെ മുന്നിൽ കാത്തിരിക്കുകയാണ്. ക്ഷമയോടുകൂടി ധ്യാനത്തിലാണ് അവൻ ഇരുന്നിരുന്നത്. അപ്പൊ ഇത് യമദേവനെ വല്ലാണ്ട് സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് യമദേവൻ ഉടനെ അവനൊരു വരം കൊടുക്കാം എന്ന് തന്നെ തീരുമാനിച്ചത്. 3 വരങ്ങളാണ് ഓഫർ ചെയ്തിരുന്നത്. അതിൽ ആദ്യത്തെ വരം നമ്മൾ കേട്ടു. രണ്ടാമത്, മരണം എന്നുള്ളത് ക്രൂരനായ ഒരു സംഭവമേ അല്ല. മരണം എന്ന് വെച്ചാൽ യമദേവൻ. കാഴ്ചയിൽ ഒരു രാക്ഷസന്റെ രൂപമൊക്കെ ആണെങ്കിലും നമ്മൾ യമദേവൻ എന്നാണ് വിളിക്കുക, അസുരൻ എന്നല്ല വിളിക്കുക. ദേവനാണ്, ദയാലുവാണ് മരണം. ഒരിക്കലും ക്രൂരനല്ല. പണ്ട് ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട് ഒരു ഉദാഹരണം. ഗുരുദേവൻ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് കാലിഫോർണിയയിൽ ഒരു സ്ഥലത്ത് 90കളിൽ ഒരു സത്സംഗം നടക്കുന്ന സമയത്ത് അടുത്തുനിന്നുള്ള ഒരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ചെയ്യുന്ന ഒരു റിക്വസ്റ്റ് വന്നു. അവിടെ കുറെ അന്തേവാസികളുണ്ട്, മരണം കാത്തു കിടക്കുന്നവര്. അവർക്ക് സത്സംഗിൽ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം. അപ്പൊ ഗുരുദേവൻ അവരെ ക്ഷണിച്ചോളാൻ പറഞ്ഞു. അവര് വന്നു. അതിലൊരാള് ഗുരുദേവനോട് എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, ഞാൻ ഇത്രയും നാള് ജീവിച്ചു, ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അനുഭവിച്ചു. എനിക്കിപ്പോ ഒരു വലിയ രോഗമുണ്ട്. ഡോക്ടർ പറഞ്ഞേക്കണത് 6 മാസത്തിൽ കൂടുതൽ ഞാൻ ജീവിക്കില്ല എന്നാണ്. പക്ഷെ ഇത് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാനിപ്പോ ഓരോ സെക്കൻഡും എൻ്റെ ജീവിതത്തിന്റെ ആസ്വദിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇതുവരെ ഞാൻ എന്തിനൊക്കെയോ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ മരിക്കാൻ പോണു എന്ന് ഉറപ്പായപ്പോ മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഗുരുദേവൻ പറയുന്നുണ്ട്, ഇത് പറയുമ്പോ അയാളുടെ മുഖം നോക്കിയാൽ അയാൾക്ക് ഒരു അസുഖം ഉണ്ടെന്ന് നമ്മൾ പറയില്ല. അത്ര ശാന്തമായിരുന്നു അയാളുടെ കണ്ണുകളും അയാളുടെ ഒരു പ്രസരിപ്പും മുഖത്ത്. അപ്പൊ ഗുരുദേവൻ നമ്മളോട് ചോദിക്കുകയാണ്, ഇയാൾക്ക് 6 മാസം വരെയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ട്, നിങ്ങൾക്കോ? നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത് നമ്മൾ
എത്ര ദിവസം ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നുള്ളത് എന്തെങ്കിലും ഉറപ്പുണ്ടോ നമുക്ക്? എപ്പോ വേണമെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ഒരു അതിഥിയാണ് മരണം. ഒരു ഉറപ്പുമില്ലാത്തതാണ്. അപ്പൊ അത് വന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ കാത്തിരിക്കുന്നതിന് മുമ്പ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ ജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. 6 മാസം ആണ് അയാൾക്ക് കാലാവധി ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ 3 മാസം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 10 വർഷം ഉണ്ടാവും, ചിലപ്പോൾ 5 വർഷം ഉണ്ടാവും, ചിലപ്പോൾ 25 വർഷം ഉണ്ടാവും. അതൊക്കെ വലിയ കാര്യമായിട്ടാണോ? എത്ര ആയിരം വർഷങ്ങൾ കഴിഞ്ഞു ഈ ഭൂമി ഉണ്ടായിട്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്കിനി ഉണ്ടാവാൻ പോണ ബാക്കിയുള്ള 20 വർഷമോ 10 വർഷമോ 30 വർഷമോ ഇപ്പൊ തീരില്ലേ? അധികം കാലമൊന്നുമില്ല. അതിനു മുൻപ് അതിനെ കാത്തിരിക്കാതെ, വേദനയോടെ ഭയത്തോടെ അതിനെ നോക്കിയിരിക്കാതെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നചികേതസ് അത് പഠിക്കുകയാണ്. മരണം എന്താണെന്ന് നചികേതസ് മനസ്സിലാക്കുകയാണ്. എങ്ങനെ അത് മനസ്സിലാക്കണത്? ഒരു യാഗം അവിടെ നടത്തുകയാണ്. നചികേതസിന്റെ പേരിൽ ആ യാഗം പിന്നീട് അറിയപ്പെട്ടു എന്നുള്ളതാണ്. ആ യാഗത്തിന്റെ ഭാഗമായിട്ട് നചികേതസ് 720 കട്ടകൾ അടുക്കി വെക്കുകയാണ്. ചിട്ടയോടുകൂടി 720 കട്ടകൾ അടുക്കി വെച്ച് ആ യാഗം പൂർത്തീകരിക്കുകയാണ്. ഈ 720 എന്നുള്ള സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ സംഖ്യ വളരെ പ്രത്യേകതയുള്ളതാണ്. 360 പകലും 360 രാത്രിയും 720ആയി. 360 പകലും 360 രാത്രിയും നമ്മളെ കൊണ്ട് ശാന്തമായി, ആത്മീയമായി, പക്വതയോടുകൂടി, വൈകാരികമായി ഒന്നും മാറിപ്പോവാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയതാണ്. ഈ 360 ദിവസവും ഒരു ഡിസ്റ്റർബൻസും നമ്മുടെ മനസ്സിന് സംഭവിക്കാതെ സമചിത്തതയോടുകൂടി നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടി നമുക്ക്. അതാണ് ഈ 720 എന്നുള്ള സംഖ്യയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഈ 720 കട്ടകൾ അടുക്കി വെച്ച് നചികേതസ് മരണത്തെ ജയിക്കുകയാണ്. ആ ഒരു വരം സ്വന്തമാക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണത്? രണ്ടാമത്തെ വരം ഈ കുട്ടി ചോദിക്കുന്നില്ല. ആദ്യത്തെ വരം ഈ കുട്ടി ചോദിച്ചു. രണ്ടാമത്തെ വരം എന്തുകൊണ്ടാണ് ഈ കുട്ടി ചോദിക്കാത്തത്? യമദേവന് മനസ്സിലായി ഇവനോട് ചോദിച്ചാലും ഇനി ഇവനറിയില്ല എന്താ ചോദിക്കേണ്ടതെന്ന്. വലിയ ആഗ്രഹങ്ങളൊന്നുമുള്ള കുട്ടിയല്ല. മുതിർന്ന ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്വർണവും ധനവും പദവിയും അധികാരവും ഒക്കെ ചോദിച്ചേനെ. ഈ കുട്ടി എന്താ ചോദിക്കാന്നറിയില്ലല്ലോ. അപ്പൊ ഇവന് വേണ്ടത് അറിഞ്ഞങ്ങോട്ട് കൊടുത്തേക്കാന്ന് യമദേവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മരണത്തെ ജയിക്കാനുള്ള വരം അവനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇവന്റെ വേഗതയും സാമർഥ്യവും പഠന മികവും ഒക്കെ കണ്ടപ്പോ യമദേവന് വലിയ സന്തോഷമായി. അങ്ങനെ യമദേവൻ ഇവനൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിക്കുക. ഒരു ഗിഫ്റ്റ് അവന്റെ കഴുത്തിൽ അണിയാനായിട്ട് ഒരു വൈരമാല, രത്നങ്ങൾ പതിച്ചിട്ടുള്ള ഒരു വൈരങ്ങൾ പതിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാല കൊടുക്കുകയാണ്. ഈ രത്നങ്ങള് ചുമപ്പ്, മഞ്ഞ, നീല, പച്ച, വെള്ള നിറങ്ങളിലുള്ള കല്ലുകളും ഉണ്ട്. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അത് സംഗീതം പുറപ്പെടുവിക്കുകയും ചെയ്യും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ വൈരങ്ങളിൽ നിന്ന് സംഗീതം വരിക? പക്ഷെ ഈ മാലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ വെച്ചാല് 2 ഹൃദയമുണ്ട് നമുക്കെന്നാണ് പറയണത്. ഇതൊക്കെ വലിയ ഡീപ്പായിട്ടുള്ള നോളജാട്ടോ. ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും അറിയാം, നിന്ന് പോവാൻ സാധ്യതയുള്ള, നമ്മൾ ബൈപ്പാസും സർജറിയൊക്കെ ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഹൃദയം. പക്ഷെ വേറൊരു ഇമോഷണൽ ഹാർട്ടും കൂടി ഉണ്ട് നമുക്ക്, വൈകാരിക ഹൃദയം. ആ ഹൃദയത്തിലേക്ക് നമ്മൾ പോവാറുണ്ട്. പക്ഷെ നമുക്കത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആഴത്തിൽ നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മൾ ആ ഹൃദയത്തിലേക്ക്, നമ്മുടെ എല്ലാ ഐഡന്റിറ്റിയും മാറ്റിവെച്ച് നമ്മൾ ആ ഹൃദയത്തിലാണ് വിശ്രമിക്കുന്നത്. ബോധത്തോടെ ഇരിക്കുമ്പോഴും ആ ഹൃദയത്തെ കണ്ടെത്താനും അതിൽ ഉറയ്ക്കാനും നമുക്ക് സാധിക്കണം. ആ ഹൃദയത്തെയാണ്
ആ ഹൃദയത്തിനാണ് യമദേവൻ ഈ വൈര നെക്ലസ് അണിയിച്ചു കൊടുക്കുന്നത്. അപ്പൊ വിശാലമായ ഹൃദയം ഉണർന്നിരിക്കുമ്പോ ചെറിയ ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴും ഈ വൈരമാല നചികേതസിനെ ഓർമ്മപ്പെടുത്തും, ഞാനിവിടെ ഉണ്ട് ട്ടോ, അതേ പാട്ട് കേൾക്കുന്നില്ലേ, തിളങ്ങുന്ന കണ്ടില്ലേ, എന്തിനാ നീ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിക്കുന്നത്. അത് ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ആ ഗിഫ്റ്റ് യമദേവൻ നചികേതസിന് കൊടുക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ വരം.